സങ്കീർത്തനം 56 ആ സങ്കീർത്തനം മുഴുവൻ നമുക്കൊരു ഭയം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ നല്ലതാണ്. സങ്കീർത്തനം 56 3ഉം 4ഉം വാക്യങ്ങൾ നിങ്ങളിത് കേട്ട് അങ്ങനെ ഇരിക്കരുത്. നിങ്ങളിത് പ്രാർത്ഥിക്കണം, വിശ്വസിക്കണം. ഒരുപാട് ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. നമുക്കൊരു സുവിശേഷ പ്രഘോഷമായിട്ട് അത് ചെയ്യാൻ പറ്റും. ഒരുപാട് ആളുകൾ ഭയങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, നമ്മളെക്കാൾ അധികം ഭയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അവരോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഏശയ്യാ 54:17 മറക്കരുത്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സങ്കീർത്തനം 56 അതിന്റെ 3ഉം 4ഉം വാക്യങ്ങൾ. ഭയമുണ്ടാകുമ്പോൾ ഞാൻ കർത്താവിനെ ആശ്രയിക്കും. ആ കർത്താവിനൊരു പ്രത്യേകത ഉണ്ട്. ആ കർത്താവിനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്. ഞാൻ ആരുടെ വചനത്തെ കീർത്തിക്കുന്നുവോ, ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ, ആ കർത്താവിൽ, ഇൻ ദാറ്റ് ലോർഡ്, ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുകയാണ്, നിർഭയനായിട്ട് ആശ്രയിക്കുകയാണ്. എന്നിട്ടൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട് സങ്കീർത്തകൻ, മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഏശയ്യാ 54:17 ഇതും കൂടെ ഒന്ന് ചേർത്ത് വായിക്കണം. നമുക്കെതിരെ നിൽക്കുന്ന തിന്മയുടെ അരൂപികളായിരിക്കാം, മനുഷ്യരുടെ ആലോചനകളായിരിക്കാം. മർത്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? കാരണം ഞാൻ ആശ്രയിക്കുന്നത് ആരിലാണ്? എൻ്റെ കർത്താവിൽ. ആരുടെ